കൈപ്പുണ്യം ഉണ്ടാവണേ. തേങ്ങയ്ക്ക് ഗ്രിപ്പ് കിട്ടണേ. ആഹാ, ഇതിനകത്ത് ചെരവയായിരുന്നു. മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ. ഞങ്ങൾ ഇതിന്നെ തുടങ്ങാറുള്ളൂ വിഘ്നേശ്വര. ഇന്നാ പൂഞ്ഞിക്കര. ആ കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നേ ചിരട്ടം കൂടി വിഴുങ്ങിക്കോളൂ, അടഞ്ഞോളും. അവിടെ വീൽ ചെയറിൽ ഒരു സാധനത്തിനെ കൊണ്ടിരുത്തിയിട്ടില്ലേ, അതിന് കൊണ്ട് കൊടുക്ക്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ മത്സരം. നമസ്കാരം. രാമൻകുട്ടി, ഈ മാല ഒന്നാ എവിടെ മോനെ ഇത്? ഈ ആളുകളൊക്കെ വിളിച്ചിട്ട് വന്നാണോ? ദൈവത്തിന് മാത്രം അറിയാം. പിള്ളേരൊരു കാര്യം. താൻ എന്തേ കാണിച്ചേ? ഒരാടെ മുറിയിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയാ? അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടണ്ടേ? ഞാൻ വന്ന് മുട്ടില്ലോ. കുട്ടി ഇരിക്കൂ. എനിക്കോ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഒരു അന്യ പുരുഷൻ, അതും അനുവാദം കൂടാതെ കിടന്നു വരുമ്പോൾ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടി ആരാ പഠിപ്പിച്ചത്? തനിക്കിത് എന്തിന്റെ കേടാ? എനിക്കൊരു കേടുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയോ? താനെന്തിനിങ്ങനെ ചൂടാവണേ? താൻ അവിടെ വെച്ച് എന്നെ ആദ്യം ഇടിച്ച്, അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് തന്നെ ഇടിച്ച്. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? ഇല്ല, പ്രശ്നം തീർന്നില്ല. ഇനി എന്താ പ്രശ്നം? മാല 2 പുതിയത് വാങ്ങണം. ഓ, അത് ശരിയാ. ഒരു ചെക്കനും പെണ്ണും ഉപയോഗിച്ച മാല വേറൊരു ചെക്കനും പെണ്ണും ഉപയോഗിക്കാൻ പാടില്ല. എന്തോന്ന്? അല്ല, വേറൊരു പുതിയ മാല വാങ്ങിക്കണമെന്ന് പറഞ്ഞതാ. ആ, എന്നാ ദഹനക്കാരൻ ചെല്ല്. ആരാ? ദഹനക്കാരൻ. അറിയാണ്ടൊരു മാല ഇട്ടപ്പോ ഇങ്ങനെ. അപ്പൊ ഞാൻ ശരിക്കും ഒരു മാല ഇട്ടിരുന്നെങ്കി എന്റെ അമ്മോ സവാള സവാള. താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിന്ന് എന്റെ കോൺസെൻട്രേഷൻ പോണു. പിന്നെ വാർപ്പിന് പരീക്ഷ എഴുതല്ലേ, പണി എടുക്കണോ? തന്നെ പോലുള്ള ആളുകളാ മുത്തച്ഛനെ ചീത്തേക്കുന്നേ. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പിടിച്ചിട്ടുള്ളൂ. പോഞ്ഞിക്കരെ, ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസില് പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസില് പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിലാരാ ചേരുവ ചേർത്തത്? ഞാനാ. ആ, അതെന്നെ. എങ്ങനെ വെറുതെ അല്ല, എല്ലായിടത്തും അച്ചുകൊണ്ട് കൈ എത്രന്ന് പറഞ്ഞ എന്താണോ തേയിലുള്ളി കളിക്കാ? അതിട്ടങ്ങടെ കളിക്ക. എന്താ അവിടെ? ഒരു കോട്ടുവായി ഇടാൻ പാടില്ലേ? ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല. കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കണ്ട്. നീ ഒന്ന് രുചിച്ചു നോക്കിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്കുക. ആഹാ, അച്ചോണ്ട പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശുണ്ടാ? കൂടുതൽ ഇളക്കല്ലേ. ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടോ, താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. പിന്നെ അത് പറ. കേട്ടില്ല പന്നി. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ 2 കാലം അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു. അപ്പൊ നീ പഠിക്കുള്ളൂ. എടാ, ആ കിണ്ടി എങ്ങനെ തക്കോട് തിരിച്ചു നോക്കുന്നേ ലക്ഷണക്കേടാ. ഓ, അതല്ലേ കിണ്ടി തിരിച്ചു വെക്കാൻ പറഞ്ഞേ. നീ എന്തിനാ തിരിഞ്ഞിരുന്നത്? ആ കിണ്ടിന്നാണല്ലേ പറഞ്ഞത്. ഞാൻ കേട്ടത് കുണ്ടിന്നാ. സോറി, തെറ്റിദ്ധരിച്ചു. ആ, അങ്ങനെ വെക്ക്. കിണ്ടിയുടെ വാൾ തക്കോട്ട് വെക്കുന്നു. ഉദയത്തിലേക്ക് മാത്ര. ഈ ചട്ടു എങ്ങനെ തെക്കോട്ട് തിരിച്ചു വെക്കാൻ മുത്തച്ഛ? അറിയാക്കണ്ട. ക്ഷേത്രവും വഴിപാടൊന്നും ഇല്ലാത്തവന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഇതെവിടെയായിരുന്നു? ആരും കാണാണ്ട് കൊണ്ടുവരണ്ടേ? നല്ല അസല് മിലിറ്ററി സാധന. ഒരെണ്ണം കഴിച്ചാ മതി. പടവലങ്ങി. അയ്യോ, ആ പൂഞ്ഞിക്കര കാണണ്ട. ഗ്ലാസിനകത്തിരിപ്പുണ്ട്. എന്റെ വാപ്പണത് പോയി. അയ്യോ, കമ്പി സാറ്. അല്ല, തമ്പി സാറ്. എന്താണ് ഏട്ടനും അനിയനും കൂടി? അല്ലത് മൂത്രമൊഴിക്കാൻ. മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു കമ്പനിക്ക് സോഡ ഒഴിച്ചു കൊടുക്കാൻ. സോഡ ഏട്ടന് വീക്ക്നെസ്സാ. സംഗതി മനസ്സിലായി. കിട്ടിയ തക്കത്തിന് 2 പേരും കൂടി മദ്യപിക്കാനുള്ള പുറപ്പാടാണല്ലേ? നിങ്ങൾ എത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ്. എന്നിട്ട് നിങ്ങൾ 2 പേരും കൂടി രഹസ്യമായിട്ട് മദ്യപിക്കാൻ പോകുന്നു. ഇത് എവിടുത്തെ മര്യാദയാ? അതും പെണ്ണിന്റെ അച്ഛനായ ഞാനിവിടെ പച്ചയായിട്ട് നിൽക്കുമ്പോ മിഴിച്ചു നിൽക്കാതെ ഒഴിക്കന്റെ അച്ചു. സാറ് മദ്യപാനം കുടിക്കൂ? വല്ലപ്പോഴും. പലപ്പോഴും അല്ല, വല്ലപ്പോഴും. നീ ആ ഗ്ലാസ് എടുക്ക്. സാറിന് കുറച്ച് കൊടുത്താൽ മതി. ഗ്ലാസ് എടുക്കാൻ ഫിറ്റാവില്ലേട്ടാ.
തണുപ്പിന് സോഡ കുറവാ. സാറ് കഴിക്കൂന്ന് കരുതിയില്ല. ഞാനോ ഒട്ടും കരുതിയില്ല. ഇന്നത്തെ ദിവസം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാടാ കഴിക്കണത്? അകത്താണെങ്കിൽ കാരണവന്മാരുടെ ബഹളം. എന്താ ചെയ്യ? അലമാരയിൽ നിന്ന് ബോട്ടിൽ എടുക്കാന്ന് വെച്ചാൽ മോൾ അതിന്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല. ഈ കുട്ടി കുറച്ച് കഴിഞ്ഞ് നമുക്കത് അടിച്ചു മാറ്റാം. ഇപ്പൊ ഇതിന്ന് തുടങ്ങാം. ഹ, എന്റെ അച്ചു ഒന്ന് മുട്ടിക്കടാ. അയ്യോ. ആ. ഞാനും ഓ. ഒരുപാട് ആലോചനകൾക്ക് ശേഷം എന്റെ മോക്ക് ഇങ്ങനെ ഒരു ബന്ധം ഒത്തു വന്നത്. അറിയാലോ, സംസാരശേഷി ഇല്ലാത്ത കുട്ടി ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാവാതിരിക്കുമായിരുന്നു. എന്റെയും സരസ്വതിയുടെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. നമുക്ക് ഈ കല്യാണം ഒരു ഉത്സവം തന്നെ ആക്കണം. ചിയേഴ്സ്. ഞാനും. ഇവനെന്താ കഴിക്കാത്ത? ഒഴിക്കടാ. ഞാൻ ഒഴിക്കാറേ ഉള്ളൂ, കഴിക്കാറില്ല. എനിക്കിതൊക്കെ നിഷിദ്ധ. ഇത് മാത്രമല്ല, പുകവലി, മുറുക്ക്, അങ്ങനെ യാതൊരു ദുശീലങ്ങളും ഇല്ല. നാവിന്റെ രുചി പോകാൻ പാടില്ലേ? ഇവൻ നാവിൽ വെച്ച് രുചി പറഞ്ഞാലേ ഏത് കറി എനിക്ക് ബോധിക്കും. അതുകൊണ്ട് ഈ വക സാധനങ്ങൾ ഞാൻ ഇവനെ കൊണ്ട് തൊടിയിക്കാറേ ഇല്ല. ശരിയാ, തൊടാതിരിക്കുന്ന നല്ലത്. നാവിന്റെ രുചി മാത്രമല്ല, ഇത് നമ്മുടെ കരളിനും ആമാശയത്തിനും ഒക്കെ ദോഷം ചെയ്യും. ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. രണ്ടാം തണ്ടിലേറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. അല്ല, തലയും കുത്തിച്ചാട്ടം തുടങ്ങിയോ? കല്യാണം ഞങ്ങൾ കൊഴിപ്പിക്കുമല്ലേ? അച്ഛൻ കഴിച്ചല്ലേ? ഇല്ല മോളെ, അച്ഛന് വിശക്കുന്നില്ല. അച്ഛൻ പിന്നെ കഴിച്ചോളാം. അതല്ല, അച്ഛൻ ഡ്രിങ്ക്സ് കഴിച്ചോന്നാ ചോദിച്ചേ. പിന്നെ നേരത്തെ ഒരു പെപ്സി എടുത്ത് കഴിക്കുന്നുണ്ടോ? അതെ 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 അതെ. ദേഹണ്ടക്കാരനോട് ചോദിച്ചില്ല. അങ്ങടാരും പറഞ്ഞൂല്ലേ? ആ, കഴിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? പിന്നെ എന്തിനാ കഴിക്കാൻ പോയേ? സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ ഇത്തിരി ആട്ടിങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ ഒരു മിനിറ്റ് പോട്ടെ മോളെ. അപ്പൊ ഇയാളാണല്ലേ എന്റെ അച്ഛനെ കുടിപ്പിച്ചത്? അതെ, തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞ. കഴിച്ചില്ല ഈ സദ്യക്ക് ഞാൻ പായസം വിളമ്പൂല എന്ന് പറഞ്ഞപ്പോഴാ പാവം അദ്ദേഹം കഴിച്ചത്. ഇയാൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? ഒരു കല്യാണം നടക്കുന്നു, പെണ്ണിന്റെ അച്ഛനെ കള്ളു കുടിപ്പിച്ച് കിടത്താൻ നീയുടെ കോൺട്രാക്ട് പറഞ്ഞിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനാ? മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ. ഇവിടെ ഏത് ഐറ്റം എടുക്കും മോളെ? ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണോയ അതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം. അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ രാമൻ. ഓഹോ, അങ്ങനെയാണെങ്കിൽ അക്കൂടത്തെ ചെക്കനെ പെണ്ണിനെ കൂടെ ഏർപ്പാടാക്കി കൊടുക്കാറുന്നില്ലേ? ഏർപ്പാടാക്കി തരാലോ. തനിക്ക് ചെക്കൻ വേണോ? ഞാൻ റെഡി. അത് ശരിയാ, പുകവലിയില്ല, മുറുക്കില്ല, വെള്ളാടിയില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെ സാർ പോയി കിടന്നോളൂ. ഞാനൊന്ന് പറയട്ടെ. എന്നാ സാർ പറയും. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കിടും. നീ ഒന്ന് മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണിയില്ല, നിനക്കെന്ന് സദ്യ കൊണ്ട് കഴിയുകയും ചെയ്യും. നാളെ മഴയില്ലാതില്ല. അതെ തമ്പി സാറേ, ചെറുക്കന്റെ അമ്മാവനും കൂട്ടരും വരുന്നുണ്ട്. വരണം. അവിടെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി? ഞങ്ങൾ നേരിൽ കണ്ടൊരു മാപ്പ് പറയാൻ വന്നതാണ്. അതാണല്ലോ എന്റെ മര്യാദ. എന്തു പറ്റി? ഈ കല്യാണം നടക്കില്ല. ചങ്കത്തല വർത്താനം പറയരുത്. കല്യാണത്തിന്റെ തലേദിവസം വന്ന് കല്യാണം നടക്കില്ലെന്നോ? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചെറുക്കന് വേറെ പെൺകുട്ടിയുമായി അടുപ്പുണ്ടായിരുന്നു. അവസാന നിമിഷം ഓരോ കാരണങ്ങൾ പറഞ്ഞ് കല്യാണം ഒഴിയാൻ നോക്കിയാ ഉണ്ടല്ലോ, ഒന്നിനെയും ഞങ്ങൾ വെറുതെ വിടില്ല. എന്റെ മോളുടെ ജീവിതം തകർക്കാൻ നോക്കിയ കേട്ടില്ലേ? നാടടക്കം കല്യാണം വിളിച്ച് ഇത്ര ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായപ്പോ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ എവിടുത്തെ മര്യാദയാ? ആണുങ്ങളാകുമ്പോ ചില അടുപ്പങ്ങളും ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതൊക്കെ ഇപ്പൊ ഇവിടെ ഒന്ന് വിളമ്പേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങള് ചെറുക്കനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, എന്നിട്ട് നിശ്ചയിച്ച പ്രകാരം തന്നെ നാളെ കല്യാണം നടത്തും. ഈ കല്യാണം മുടങ്ങരുന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെയും ആഗ്രഹം. പക്ഷെ ചെറുക്കൻ നമ്മളെ രണ്ടു കൂട്ടരെയും ചതിച്ചു കളഞ്ഞില്ലേ? ഇന്നലെ മുതൽ അവനെ കാണാനില്ല. അവരുടെ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞു എന്നാ കേട്ടത്. ആ കുട്ടിയുടെ അടുത്തേക്ക് ആരെങ്കിലും ഒന്ന് ചെല്ലേ. അതെ, ചേച്ചിയുടെ കൂടെ ആരെങ്കിലും എപ്പോഴും ഉണ്ടാവണം. പിന്നെ ബ്ലേഡ്, കത്തി, കയറ്, മണ്ണെണ്ണ, നീളമുള്ള തുണി, അങ്ങനെയുള്ളൊക്കെ മുറിനാട് മാറ്റിയേക്കണം. ഇയാൾ എന്തൊക്കെയാ പറയണേ? കേൾക്കുമ്പോ വിഷമങ്ങളൊക്കെ തോന്നും. പലയിടത്തും നടന്നിട്ടുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, തെക്കേത്തല പറയതിന്റെ ബീക്വാൻ വാതിൽ എവിടുന്ന് വന്നു? അങ്ങനെ കല്യാണ ചെക്കൻ സവാരി ഗിരിഗിരി.
എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. ഛേ മിണ്ടാതിരിടാ. എന്റെ മോൾ എന്തിനാ വിഷമിക്കുന്നത്? മറ്റൊരു പെൺകുട്ടിയുമായി അഫയറുള്ള ആ ചെറുക്കൻ അത് ഒഴിഞ്ഞു പോയത് നന്നായെന്ന് കരുതിയാ പോരെ. മോള് കരയാതിരിക്കും. നിന്റെ കല്യാണം മുടങ്ങുമൊന്നുമില്ല. അച്ഛനാണ് പറയുന്നത്. അവനേക്കാൾ യോഗ്യനായ ഒരു ചെറുക്കനെ എന്റെ മോക്ക് കിട്ടും. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അച്ഛൻ നിന്റെ കല്യാണം നടത്തുകയും ചെയ്യും. വന്നിരിക്കുന്ന ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു നല്ല ചെക്കനുണ്ടായിരുന്നു, നമുക്ക് അവരെ കാരണന്മാരായിട്ട് സംസാരിക്കായിരുന്നു. അതിപ്പോ അല്ല, ചേട്ടനൊരു മകനുണ്ടല്ലോ. ഉണ്ട്. അവൻ എങ്ങനെ? പിന്നെ അവനും എന്നെ പോലെ തന്നെ നല്ല പൊക്കവും അതിലത്തെ വിദ്യാഭ്യാസവും. അവനെ പെട്ടെന്ന് നമുക്കൊന്ന് വരുത്തിക്കാൻ പറ്റുമോ? അതിപ്പോ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പെർമിഷൻ ഒക്കെ വേണം. ആഹാ, അപ്പൊ ഭയങ്കര ജോലിയായിരിക്കുമല്ലോ അവനെ പെട്ടെന്നൊന്ന് വരുത്തിക്കുന്നത്. ആ കുട്ടിക്ക് ലൈഫ് ആവട്ടെ. ഈ പരോള് കിട്ടാൻ പ്രയാസമാ, ജീവപര്യന്തമാണേ. ആരാ? ആ വെറും 2 പേരെ തലക്കടിച്ചു കൊന്നതേ ഉള്ളൂ. അതെ, അതൊക്കെ ശരിയാകുമെന്ന് കല്യാണം കഴിയുമ്പോ ശരിയാവും. നിന്നേ പപ്പേട്ടൻ ഒരു തീരുമാനം പറഞ്ഞില്ല. അതിപ്പോ ജയകൃഷ്ണൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി കയറിയതല്ലേ ഉള്ളൂ. പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ ലീവ് കിട്ടാഞ്ഞിട്ടാ അവൻ കോയമ്പത്തൂരിന്ന് കല്യാണത്തിന് തന്നെ എത്താഞ്ഞതേ. അതെ അതെ. ആ നമ്മുടെ പണിക്കശ്ശേരിയിൽ വക്കീല് പരീക്ഷ പാസ്സായി നിൽക്കുന്ന ഒരു ചെറുക്കനുണ്ടല്ലോ, നമുക്ക് ആ കാര്യം ഒന്ന് ആലോചിച്ചാലോ? എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ജയകൃഷ്ണൻ തന്നെ ആവുമ്പോ ജയകൃഷ്ണൻ തന്നെ കെട്ടണമെന്ന് ജാനകി അടുത്തേക്ക് എന്താ ഇത്ര നിർബന്ധം? അതെ, ബന്ധം വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ മകന് രാധികയുടെ മുറിച്ചെറുക്കനല്ലേ, അവനെ കൊണ്ട് കെട്ടിക്കാലോ. അവന് വേറൊരു അലയൻസ് ഏതാണ്ട് ഉറപ്പിച്ചു വെച്ചിരിക്കാ. അതുകൊണ്ടാ അതങ്ങ് വേണ്ടാന്ന് വെക്കണം. അതിലും വലുത് സ്വന്തം സഹോദരിയുടെ മകളുടെ ജീവിതമല്ലേ. ഇനി വാക്ക് മാറാനൊന്നും എനിക്ക് വയ്യ. ആ വയ്യ, അത് തന്നെ കാര്യം. നമ്മൾ ഇനി ഇതും പറഞ്ഞ് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യങ്ങൾ എളുപ്പം നടക്കണമെങ്കിൽ എന്തെങ്കിലും കുറവുകളുള്ള പയ്യന്മാരുണ്ടോന്ന് ആലോചിക്കണം. സംസാരിക്കാൻ കഴിവില്ലാത്തവരോ വികലാംഗന്മാരോ അങ്ങനെ ആരെങ്കിലും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാങ്കിൽ ഒരു പയ്യനുണ്ട്, ഹാൻഡിക്യാപ്ഡാ. എന്നാലും കാണാൻ കൊള്ളാം. നമ്മുടെ വർമ്മയെ വിളിച്ചു ചോദിച്ചാൽ ഡീറ്റെയിൽസ് കിട്ടും. വേണ്ട, എന്റെ മോളുടെ കാര്യത്തിൽ ഇനി നിങ്ങൾ ആരും ബുദ്ധിമുട്ടണമെന്നില്ല. അവള് ജീവിത അവസാനം വരെ ഇവിടെ തന്നെ നിന്നോട്ടെ. അതോർത്ത് നിങ്ങൾ ആരും ദുഃഖിക്കണ്ട. എന്റെ മരണം വരെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കും. അതിനുശേഷമല്ലേ അവക്ക് ഈശ്വരനുണ്ടാവുന്നേ. അടുപ്പിലെ തീ അണച്ചിട്ട് എല്ലാം കുഴികുത്തി മൂടാ അല്ലേ അച്ചു? പന്തല് നാളെ കഴിഞ്ഞിട്ട് പൊളിച്ചാ മതി. എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞെന്ന് ചിലരെങ്കിലും ചുമ്മാ വിചാരിച്ചോട്ടെ. ആ കൊച്ചിനെല്ലാവരും കൈയൊഴിഞ്ഞു, ബന്ധുക്കള് പോയി. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലടാ പട്ടി, ദൈവമൊന്നും ഇല്ലാന്ന്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നല്ല മനുഷ്യനും ആ തങ്കം പോലത്തെ കൊച്ചിന് ഈ ഗതി വരുമായിരുന്നു. എന്തിനാ വെറുതെ ദൈവത്തിനെ പഴിയായിരുന്നേ? അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ. നമുക്ക് ആ കൊച്ചിനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലോ? എനിക്കല്ല, എനിക്ക് അതിനുള്ള ഏജ് ആയിട്ടില്ലല്ലോ. ഞാൻ നമ്മുടെ ശിവേട്ടന്റെ കാര്യം ഉദ്ദേശിച്ചു. കാശുമടൊന്നും മോഹിച്ചിട്ടല്ല. ഇവരൊക്കെ നല്ല ആളുകളാ, നല്ല മനസ്സുള്ളവരാ. അച്ഛനൊന്ന് സംസാരിച്ചു നോക്ക്. സംസാരിച്ചു നോക്ക്. അല്ല അതിപ്പോ ഞാൻ അതിന് നമ്മൾ കണസാ കുണസ പൈനൊന്നല്ല ആലോചിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ശിവേട്ടനൊരു ഡോക്ടറല്ലേ. ചെന്ന് സംസാരിക്കേ, ഒന്നുകൂടി വിളിക്കട്ടെ. നീ എന്താ വിചാരിച്ചേ? ഒരു കല്യാണം ആലോചിക്കാനുള്ള ധൈര്യം വരെ എനിക്ക് ഒരെണ്ണം കൂടി അടിക്കണോ? നീ രണ്ടെണ്ണം കൂടി ഒഴിക്ക്. സാർ, ഭക്ഷണം കുഴികുത്തി മൂടാൻ പറഞ്ഞു. അത് വേണോ? വേണ്ട, ഭക്ഷണം എല്ലാം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഭക്ഷണത്തിന്റെ അല്ല, ഞങ്ങള് വേറൊരു കാര്യം ചോദിക്കാനാ വന്നത്. അച്ചോട്ടെ ചോദിക്കേ. അങ്ങനത്തെ ഒരവസ്ഥയില് ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. മനസ്സിലായി. പന്തലിന്റെ വാടകയും വാചകക്കൂലി എത്രയാണെന്ന് വെച്ചാ മേനോന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ. നിങ്ങൾ നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ശരി, താങ്ക്സ്. അല്ല അച്ചോട്ടാ, നമ്മള് വന്ന കാര്യം പറഞ്ഞില്ല. അതൊന്നും ശരിയാവൂടാ. എന്താ അവര് നമ്മളെ അങ്ങനെയൊന്നും അല്ല കണ്ടിരിക്കുന്നത്. അതിന് അച്ചോട്ടൻ കാര്യം പറഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ നിനക്കാണ് പോയി പറഞ്ഞൂടെ? അതെങ്ങനെ തലയിരിക്കുമ്പോ വാലാട്ടം പാടില്ല? അതിന് തലയിരിക്കലല്ലോ, നിക്കല്ലേ. നിനക്ക് ആടമുണ്ടെങ്കിൽ നീ ആടറപ്പ. അപ്പൊ ഞാൻ തമ്പി സാറിനെ പോയി ആട്ടട്ടെ. അല്ല, പറഞ്ഞിട്ട് വരട്ടെ. ആ. തമ്പി സാർ, എന്താടോ? ഞങ്ങളിപ്പോ ഇവിടെ ഒരു കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നതാ.
എന്നെ കൂടാതെ അച്ചോട്ടനൊരു അനിയനുണ്ട് എന്ന് വെച്ച് എന്റെ ഏട്ടൻ ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞ നടുക്കഷ്ടം ഡോക്ടറാ. ശാന്തി ഹോസ്പിറ്റലിൽ ഡോക്ടർ ശിവദാസ്. വെറും MBBS അല്ലാട്ടാ, MD. ആ ശിവേട്ടിന് വേണ്ടി ഈ തമ്പി സാറിന്റെ മകളുടെ അധികാരത്തെ ചേച്ചി ആലോചിക്കാൻ വന്നാ ഞങ്ങള് തല്ലരും. അമ്പാടി തറവാട്ടിൽ കയറി സംബന്ധം ആലോചിക്കാനുള്ള യോഗ്യത ഇല്ലെന്നറിയാം. നിങ്ങളുടെ മനസ്സ് കണ്ടപ്പോ, നിങ്ങളുടെയൊക്കെ വിഷമം കണ്ടപ്പോ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ. സാറിന് സമ്മതമാണെങ്കിൽ ഒന്ന് മൂളിയാ മതി. എന്റെ അനിയൻ എത്ര വലിയ ഡോക്ടറാണെങ്കിലും ഞാൻ പറഞ്ഞ സമ്മതിക്കും. സാറിന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അടക്കുകയും ചെയ്യും. ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തേ ഞാൻ മിണ്ടിയിട്ട് കൂടി ഇല്ല. പോവാം പോവാം. സാറേ എന്ത് കൂൾ ഡൗൺ സർ, കൂൾ ഡൗൺ. എല്ലാത്തിനും ഞാനില്ലേ? പണ്ടാറം കഴുത്തിന്റെ ഇടയിൽ കൈ കുടുങ്ങി.